പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാർക്കുമായി പാർലമെന്റ് വളപ്പിൽ സബർമതി റിപ്പോർട്ട് സിനിമയുടെ പ്രത്യേക പ്രദർശനം നടത്തി. പാർലമെന്റ് ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞ ശേഷം വൈകിട്ടായിരുന്നു ഈ സിനിമയുടെ പ്രദർശനം ഉണ്ടായത്. 2002 ഗുജറാത്ത് വംശഹത്യക്ക് തുടക്കമിട്ട ഗോദ്ര സബർമതി ട്രെയിൻ തീവെപ്പിൽ BJP നിലപാടിനെ പിന്തുണക്കുന്നതാണ് ഈ സിനിമ. നേരത്തെ സിനിമയെ പ്രശംസിച്ച് മോദിയും അമിത്ഷായും അടക്കമുള്ള BJP നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ധീരജ് സർണ സംവിധാനം ചെയ്ത സിനിമയിൽ ബോളിവുഡ് താരം വിക്രാന്ത് മാസിയാണ് നായകൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിനിമ പുറത്തിറങ്ങിയത്. 2002 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഗോദ്ര ട്രെയിനിൽ തീവെപ്പുണ്ടാകുന്നത്. അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 50-ലധികം കർഷകരാണ് അന്ന് കൊല്ലപ്പെട്ടത്. മുസ്ലിം ജനക്കൂട്ടമാണ് തീവച്ചതെന്നായിരുന്നു ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ അപകടമാണെന്നും വാദം ഉയർന്നിരുന്നു. അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഇത് അപകടമാണെന്ന വാദത്തെയാണ് പിന്തുണച്ചത്. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്ന സിനിമ എന്നാണ് സബർമതി എക്സ്പ്രസിനെ കുറിച്ച് ജേർണലിസ്റ്റ് അലോക് ഭട്ട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഈ പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. 2002 ഫെബ്രുവരി 27 രാവിലെ സബർമതി എക്സ്പ്രസ് ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിശ്ചിത സമയത്ത് തന്നെ എത്തിച്ചേർന്നു. ബീഹാറിലെ മുസാഫർപൂരിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് ഓടുന്ന ട്രെയിനിൽ നൂറുകണക്കിന് യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ അയോധ്യയിൽ നിന്നും മടങ്ങി വരുന്ന കർഷകരും ഉണ്ടായിരുന്നു. ഗോദ്രയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുമ്പോൾ എമർജൻസി ചെയിനുകൾ ഒന്നിലധികം തവണ വലിച്ചതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടെ സ്റ്റേഷന്റെ പുറത്തുള്ള സിഗ്നലിന് സമീപം ട്രെയിൻ നിർത്തുകയായിരുന്നു. പിന്നീടുണ്ടായത് ഒരു വലിയ ആക്രമണമായിരുന്നു. ഏകദേശം 2000 ആളുകളുള്ള ഒരു ജനക്കൂട്ടം ട്രെയിനിന് നേരെ കല്ലെറിയുകയും അതിന്റെ കോച്ചുകൾക്ക് തീ വെക്കുകയും ചെയ്തു. S6 കോച്ചിനെയാണ് ഈ ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. തീവ്രത്തിൽ 27 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 59 പേർ മരിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 48 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗോദ്രയിലെ ദുരന്തം 2002 ഫെബ്രുവരി 28 മുതൽ ഗുജറാത്തിലുടനീളം വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ അക്രമം നിയന്ത്രിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിട്ടും ആ കലാപം ആഴ്ചകളോളം തുടർന്നുപോയി. ഇടയ്ക്കിടെയുള്ള സംഘർഷങ്ങൾ 3 മാസം വരെ നീണ്ടുനിന്നിരുന്നു. എന്നാൽ 2002 ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി മോദി തെറ്റായ നടപടികൾ എടുത്തു എന്നതിന് തെളിവുകളൊന്നും സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞില്ല. എന്നാൽ ഗോദ്ര ട്രെയിൻ തീപിടുത്തവും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവും ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ നിർണായക നിമിഷമായി ഇന്നും അവശേഷിക്കും. തീവ്രമായ വർഗീയ കലഹങ്ങളും നിർണായകമായ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാനും ഗോദ്ര സംഭവം ഒരു കാരണമായിരുന്നു. തന്റെ മേൽ എന്നെന്നും ഒരു തീരാക്കളങ്കമായി നിൽക്കുന്ന ഗോദ്ര സംഭവത്തെ തനിക്ക് അനുകൂലമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ് സബർമതി റിപ്പോർട്ട് എന്നത് കൊണ്ടുതന്നെ പ്രധാനമന്ത്രി ഈ ചിത്രത്തെ പാടിപ്പുകഴ്ത്തുക തന്നെ ചെയ്യും. എന്തെല്ലാം രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നാലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഗോദ്ര സംഭവവും സബർമതി എക്സ്പ്രസും എന്നെന്നും നിലനിൽക്കും.